ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളെ കാട്ടാക്കട പഞ്ചായത്തിൽ കിള്ളി പുതുവയ്ക്കൽ ഗ്യാസ് ഗോഡൌണിലെ റോഡിലാണ്. കുറച്ച് വർഷങ്ങൾ കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടും ദുരിതമാണ് ഇവിടുത്തെ വെള്ളക്കെട്ട്. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് നാട്ടുകാരും അതുപോലെ സ്കൂൾ പിള്ളേരും കാൽനട യാത്രക്കാരും എല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഇവിടുത്തെ വെള്ളക്കെട്ട്. ഇനി മഴക്കാലമാണ്, അതുപോലെ ഒരുപാട് സ്കൂൾ പിള്ളേരൊക്കെ നടന്നു പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് ഇതിനെക്കുറിച്ച് എന്താണ് അവരുടെ പ്രതികരണം നമുക്ക് ചോദിച്ചറിയാം. ഒരുപാട് പരാതികൾ ഇത് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. മെമ്പർമാരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരെന്താണ് ആരും ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതിന്റെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ് പറയും? ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മഴ പെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഇത്രയും വെള്ളം കിട്ടുന്നുണ്ട്. ഗേറ്റിനകത്ത് വെള്ളം പോണുണ്ട്, വീട്ടിനകത്തൊക്കെ മുറ്റത്തുമൊക്കെ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ ഇത്. സ്കൂൾ പിള്ളേര് പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പയ്യന്മാര് ആൺകുട്ടികള് മതിലിൽ കൂടെ കയറി പോകുന്നുണ്ട്. ഈ മതിലിൽ കൂടെയാണ് അവര് ആൾക്കാരൊക്കെ കയറി നടക്കുന്നത്. ആന്റിയുടെ വീടാണോ ഇത്? എന്റെ വീടാണ്. എന്റെ വീട് തുറന്ന് പുറത്തു പോകാനോ ഗേറ്റ് തുറന്ന് വെളിയിറങ്ങാനോ സാധിക്കുന്നില്ല. ഇത് കുറെ നാളുകളായി തുടങ്ങിയ ഒരു കുഴപ്പമാണ്. ആരും ഇതിന് ഒരു പരിഹാരവും കാണുന്നില്ല. ഞങ്ങൾ വീട്ടില് അസുഖമായ ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇത് തുറന്ന് പുറത്തിറങ്ങണമെങ്കിൽ നല്ല ഡ്രസ്സ് മൊത്തം നനഞ്ഞ് അങ്ങനെയാണ് ഇവിടുത്തെ കഷ്ടത. സ്കൂൾ പിള്ളേർ മതിലിന്റെ മുകളിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. മതിലിന്റെ പുറത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. പല കുഞ്ഞു കുട്ടികളും ഇവിടെ വന്ന് വീഴുകയും ഞങ്ങളത് വന്ന് നോക്കുമ്പോൾ കൊച്ചുങ്ങൾ കരഞ്ഞുകൊണ്ട് പോവുകയും യൂണിഫോം ഡ്രസ്സുകൾ നനഞ്ഞ് ആണ് അത് സ്കൂളിൽ ചെന്നെത്തുന്നത്. ഈ വെള്ളം ഈ മതിൽ പൊട്ടി വെള്ളം വന്നാൽ നമ്മളെ കൃഷി 62 സെന്റ് സ്ഥലത്തിൽ വാഴയും മരിച്ചിരി നട്ടിരിക്കുന്ന എല്ലാ കൃഷിയും എല്ലാം നശിക്കും. അങ്ങനെ വൻ നമുക്ക് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെയോ സർക്കാരിന്റെയോ പേരിൽ ഒരു നടപടി ഇവിടെ ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും. ഞങ്ങൾക്കിത് വലിയ ബുദ്ധിമുട്ട്. ഞങ്ങളെ മതിൽ ഇതാ ഇടിഞ്ഞു വീഴാനുള്ള എല്ലാ ലക്ഷണവും കാണുന്നു. ഇതിന് ഒരു പരിഹാരവും ഇതുവരെയായിട്ടും കാണാൻ സാധിക്കുന്നു. മഴ പെയ്യുമ്പോൾ വീട്ടിനകത്താണ് വെള്ളം. 2 ഗേറ്റിന്റെ അകത്തൂടെയാണ് വെള്ളം. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല സാഹചര്യം അതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.